പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ 17ാം ദിവസവും നടപടിക്രമങ്ങൾ തടസ്സപ്പെടുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധം കടുത്തതോടെ ഇരുസഭകളും 2 മണിവരെ ഇന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ വലിയ പ്രതിഷേധമാണ് സഭയിലുണ്ടായത്. आज उनका सामर्थ्य के कारण भारत का नाम दुनिया में भारत का नाम हो रहा है. Yes, John Betta ji. Thank you, sir. Sir, it is with a heavy heart I raise this matter. അയോധ്യ സംഭാവനക്കൊള്ള ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളായ മനീഷ് തിവാരിയും മാണിക്യം ടാഗോറും പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അയോധ്യ സംഭാവനക്കൊള്ളയ്ക്ക് പുറമെ ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് തയ്യാറെന്നതാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എടുത്തിരിക്കുന്ന നിലപാട്. വിവാദങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പ്രതിപക്ഷ ആഭ്യന്തരമന്ത്രി നിലപാടെടുത്തിരിക്കുകയാണ്. ഇന്ന് ചർച്ച ആരംഭിച്ചാൽ നാളെ താൻ മറുപടി പറയും. ചർച്ചയ്ക്ക് പൂർണ്ണ സന്നദ്ധമാണെന്നാണ് അമിത്ഷായുടെ പ്രതികരണം. आज 3 बजे तक स्पीकर साहब को वो पत्र दे दे. 3 बजे से लेकर कल 3 बजे तक सभी प्रकार की चर्चा के लिए हम तैयार हैं. मैं सदन में ही बैठूंगा, सबको सुनूंगा और सब चीजों का जवाब दूंगा. सरकार के पास छुपाने के लिए कुछ नहीं. वो भी चर्चा करूंगा कि आपने क्यों चर्चा नहीं चाहिए. भारतीय जनता पार्टी की मोदी जी के नेतृत्व में सरकार, एनडीए की मोदी जी के नेतृत्व में सरकार हर चीज पर चर्चा के लिए तैयार है. संसद वो चलने दे बस. आज मैं चैनलों के माध्यम से इन विपक्ष को कहना चाहता हूं कि आप एक पत्र 2 बजे तक लिख कर दे दीजिए स्पीकर साहब को. 3 बजे से चर्चा चालू कर देंगे और कल 3 बजे मैं जवाब दे दूंगा सारी चीजों का. संसद में चर्चा करने के नियम बने हैं, तरीके बने हैं. अब मुझे कोई कहता है कि आप एक स्टेटमेंट दे दो. इतने गंभीर मसले पर इस तरह से चर्चा नहीं हो सकती है. അമിത്ഷായുടെ ഈ പ്രസ്താവന പക്ഷേ പ്രതിപക്ഷം തള്ളുകയാണ്. കാരണം ആദ്യം ഇത്തരം ലെക്ചർ എടുക്കുകയല്ല വേണ്ടത്, മറിച്ച് വെടിവെക്കാൻ നിർദ്ദേശിച്ച അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതാണ്. ആരാണ് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ നിർദ്ദേശിച്ചതെന്ന് വ്യക്തത വരുത്താൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. We are not interested in listening to Mr. Amit Shah's imagination. We are not interested in him giving us a lecture or a discussion. We are interested in one simple thing. And when I say we, I mean the younger generation of this country. Who shot those students? Who gave the order to shoot those students? Who blinded one of the students? Who shot one of the students in the ear? Who gave the order to beat the students with lathis, with nails? Who gave that order? That order was implemented by the Home Ministry. Delhi Police and RAC are both Home Ministry systems. Did Mr. Amit Shah give this order to shoot our children? Or did he not? If he did, he should resign because he is culpable. കിരൺ ബാബു ചേരുന്നു. കിരൺ, സഭ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി പറയുകയാണ്. അതേസമയം ഇനി ചർച്ചയല്ല വേണ്ട, മറിച്ചത് ഇതിൽ ഉത്തരവിട്ടത് ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം നിലപാടെടുക്കുമ്പോൾ വിഷയം ഒന്നുകൂടി കലുഷിതമാവുകയല്ലേ? നാളത്തെ ദിവസം സഭയിൽ എന്ത് സംഭവിക്കും? സജിത്തെ, മൺസൂൺ സെഷൻ തുടങ്ങി ഈ 17 ദിവസവും പ്രതിപക്ഷം ഒരേ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ, പോലീസ് വെടിവെപ്പിലടക്കം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, അയോധ്യയിലെ സംഭാവന കൊള്ള സംബന്ധിച്ച് പാർലമെന്റ് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു. ഈ 2 ആവശ്യങ്ങളും ഉന്നയിച്ച് പാർലമെന്റ് എല്ലാ ദിവസവും നടപടികൾ തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം പാർലമെന്റ് പുറത്തും പാർലമെന്റിനകത്തും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ചോദ്യോത്തരവേളയിലേക്കും 0 അവറിലേക്കും ഒന്നും കടക്കാൻ കഴിയാതെ
സഭ എല്ലാ ദിവസവും നിർത്തിവെക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ദിവസങ്ങളിലൊന്നും തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്തിയിരുന്നില്ല. അമിത്ഷാ എവിടെ മറുപടി നൽകണം, അമിത്ഷാ ഒളിച്ചോടുന്നു, ഭീരുവാണെന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും ഫ്ലെക്സും ബാനറും ഒക്കെ ഉയർത്തി പലതവണ പ്രതിഷേധം ഉയർത്തിയെങ്കിലും അമിത്ഷാ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണത്തിന് ഒരു ദിവസം പോലും തയ്യാറായില്ല. ഇന്നാണ് രാവിലെ 11 മണിക്ക് ലോക്സഭയും രാജ്യസഭയും ആരംഭിക്കുമ്പോൾ രാജ്യസഭ അല്പനേരം ചേർന്നു. ലോക്സഭ അതുപോലെ തുടക്കത്തിൽ തന്നെ പിരിഞ്ഞു, 2 മണി വരെ പിരിഞ്ഞു. പുറത്ത് മാധ്യമങ്ങളെ കണ്ട, വാർത്താ ഏജൻസികളെ കണ്ട അമിത്ഷായാണ് പറഞ്ഞത് താൻ ഏത് വിഷയത്തിലും മറുപടി പറയാൻ തയ്യാറാണ്. ഇന്ന് 3 മണിക്ക് ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ മറുപടി പറയാൻ തയ്യാറാണ്. പാർലമെന്റ് നടത്തിക്കൊണ്ടുപോകാതെ പാർലമെന്റ് തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും താൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ടുവരുന്ന അമിത്ഷായുടെ പ്രതികരണം. തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്, അമിത്ഷായുടെ ലെക്ചർ കേൾക്കാനോ അല്ലെങ്കിൽ സാരോപദേശം കേൾക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയത് ആരാണ്? വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയത് അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ രാജിവെക്കണം. അതിൽ അമിത്ഷായ്ക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും, രാജിവെക്കണം. ഇനി അമിത്ഷാ അല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ ഡൽഹി പോലീസിന്റെ പൂർണ്ണമായി ഉത്തരവാദിത്തമുള്ളത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന മറ്റാരെങ്കിലും ഇങ്ങനെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയെങ്കിലും വിദ്യാർത്ഥികളെ ആണിവെച്ച ലാത്തി ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അമിത്ഷായ്ക്കുണ്ട്. അവിടെ അമിത്ഷാ മറുപടി പറയണം. ഇതാണ് ഇവരുടെ മറുപടി. നാളെ ഒരു ദിവസം മാത്രമാണ് ഇനി ലോക്സഭയ്ക്ക് ഇരു സഭകളും ചേരാൻ മുന്നിലുള്ളത്. ഈ നാളത്തെ ദിവസവും ഈ അമിത്ഷാ ഒരു സഭയിൽ വരികയും ഈ വിഷയത്തിൽ മറുപടി പറയാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം എപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതാണ് സാഹചര്യം. എന്തായാലും സർക്കാരും വളരെ ജാഗ്രതയിൽ കൈകാര്യം ചെയ്യുമ്പോൾ പ്രതിപക്ഷവും നിലപാട് ഒന്നുകൂടി മാറ്റി കടുപ്പിക്കുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ നാളത്തെ ദിവസവും നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.